വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് PHP ഡാറ്റ ടൈപ്സും അതുപോലെ വേരിയബിൾസും എന്നാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എന്തിന് യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും. ആദ്യം തന്നെ നമുക്ക് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡോളർ എന്ന് പറയുന്ന സൈനോട് കൂടിയാണ്. ഡോളർ വേരിയബിൾ നെയിം, ഡോളർ എന്നുള്ള സൈൻ വെച്ചിട്ട് വേരിയബിൾ നെയിം എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്റിജർ ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഇന്റിജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പേഴ്സ്, അതായത് പോയിന്റ് ഉള്ള നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ടും. പിന്നെ നള്ള് യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കാനില്ല, നോ വാല്യൂ, അങ്ങനെയും നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഡാറ്റ ടൈപ്സും വേരിയബിൾസ്. നമുക്കിനി ഇതിന്റെ ഓരോന്നിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഡോളർ എന്നുള്ള ഒരു സൈൻ കൊടുത്തിട്ട് ടെക്സ്റ്റ്, ഡോളർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് നമ്മൾ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഹലോ വേൾഡ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, ഹലോ വേൾഡ്. അതായത് ഇപ്പം ഈ ടെക്സ്റ്റ്, ഡോളർ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്ത് നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് കൊടുത്തിരിക്കുക. ഇനിയിപ്പം നമുക്കിത് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോറി, ഞാനിവിടെ എക്കോ ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടില്ല, എക്കോ ഡോളർ ടെക്സ്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രിങ്ങിനെ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ എക്കോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോളർ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്ത് നമ്മൾ ഹലോ വേൾഡ് എന്നുള്ള സ്ട്രിങ് വെച്ചിട്ട് ഡോളർ ടെക്സ്റ്റ് എക്കോ കൊടുത്തിരിക്കുകയാണ്. ദെൻ നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നമുക്കത് ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് നമുക്കിപ്പോൾ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഒരു ഇന്റിജർ എങ്ങനെ വരും എന്ന് നോക്കാം. ഡോളർ നമ്പർ ഈക്വൽ ടു 100. ഇപ്പൊ 100 എന്ന് പറയുന്നത് നമ്മളൊരു ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ഇന്റിജർ വാല്യൂ ആണ്. അതിന് നമ്മൾ ഡോളർ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് കൊടുത്തു. ദെൻ നമ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൺ ചെയ്ത് കഴിയുമ്പോൾ 100 എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇപ്പൊ നമുക്കൊരു ഫ്ലോട്ട് നമ്പർ, അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഡെസിമൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലോട്ട് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. ജസ്റ്റ് FL നമ്പർ എന്ന് കൊടുക്കുന്നു, FL നമ്പർ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനൊരു 1.75 എന്ന് കൊടുത്തു. അതായത് ഈ 1.75 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ദെൻ ഇത് പ്രിന്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ FL നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു, സേവ് ചെയ്തു. സേവ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അൺഡിഫൈൻഡ് വേരിയബിൾ ഡോളർ FL നമ്പർ എന്നും പറഞ്ഞ് എറർ അടിച്ചു. ഇത് എന്തുകൊണ്ടാണ് എറർ അടിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിരിക്കും. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സിന്റാക്സ് എറർ അടിക്കും, അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് എറർ അടിക്കും. ഇവിടെ N ക്യാപിറ്റൽ ആണ്, ഇവിടെ N സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ ഞാനിവിടെ താഴെ വന്നിട്ട് ചെറിയ അക്ഷരമാക്കി കൊടുത്തു. ദെൻ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇനി ഇപ്പൊ നമുക്ക് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ഉണ്ട്, ബൂളിയൻ വാല്യൂസ് ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഡോളർ PHP ഈക്വൽ ടു ട്രൂ ഓർ ഫോൾസ്. നമുക്ക് രണ്ട് വാല്യൂ ആണുള്ളത് എപ്പോഴും, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. നമ്മൾ ട്രൂ കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ, സോറി ഞാൻ വേരിയബിൾ മാറ്റിയില്ല, ട്രൂ കൊടുത്തു. ദെൻ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്നത് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് 1 ആയിരിക്കും. എന്നാൽ
ഫോൾസ് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും സീറോ ആയിരിക്കും. സീറോ അല്ല, ഒന്നും പ്രിന്റ് ചെയ്യത്തില്ല. സോറി, ഫാൾസ് എന്നാണ്. FALSE, ഫോൾസ് എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എറർ അടിച്ചത്. ഫോൾസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയബിൾസ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ്. ഇപ്പൊ നിങ്ങൾക്ക് വേരിയബിൾസ് എന്താണെന്നും ഡാറ്റ ടൈപ്സ് എന്താണെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇനി പുതിയതായിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് വരെ താങ്ക്